മന്ത്രദീക്ഷ, ഈശ്വരോപാസന, അതുപോലെ സേവ, ഇതൊക്കെ എടുക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് ഒരാളുടെ ജീവിതത്തിൽ അയാൾക്കുണ്ടാകുന്ന പൂർവജന്മ സുഹൃതം കൊണ്ട് മാത്രമാണ്. അത്തരം ഉപാസനകളും കുലദേവതാരാധനകളും ഒക്കെയുള്ള കുടുംബത്തിൽ ഒരാൾക്ക് ജനിക്കാൻ സാധിക്കുക എന്ന് പറയുന്നതും മുൻജന്മ സുഹൃതം കൊണ്ടാണ്. ഇനി അതെല്ലാം കെട്ടുപോയിട്ട് ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നതും ദുഷ്കർമ്മം കൊണ്ടാണ് മുൻജന്മത്തിൽ. അപ്പോൾ നമ്മുടെ ജീവിതത്തിന് പല പലതരത്തിലുള്ള ലക്ഷ്യങ്ങളുണ്ട്, ചില കാര്യങ്ങൾ നിറവേറ്റേണ്ടതുണ്ട്, ദൗത്യങ്ങൾ നിറവേറ്റേണ്ടതായിട്ടുണ്ട് നമുക്ക്. അപ്പോൾ അങ്ങനെയുള്ളവർ തന്നെയാണ് ഈശ്വരാന്വേഷണവും ഈശ്വര സേവയും ഉപാസനയും ഒക്കെ എടുക്കാൻ തയ്യാറായിട്ട് പോകുന്ന ആൾക്കാർ. സാധാരണ ഭൗതിക ജീവിതത്തിലെ ദുരിതങ്ങളൊക്കെ അനുഭവിച്ച് മരിക്കാൻ വിധിക്കപ്പെട്ട ആളുകൾ ഇതിൽ നിന്നൊക്കെ അകന്നു പോകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ അതല്ല, ജീവിതത്തിൽ തങ്ങളുടെ മോക്ഷപ്രാപ്തി കൈവരിക്കാനായിട്ടുള്ള ജന്മമാണ് നിങ്ങളത് എന്നെങ്കിൽ, അല്ല ദുരിതങ്ങൾ അനുഭവിക്കാനാണ് നിങ്ങൾക്ക് ഈ ജന്മം എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദുരിതങ്ങൾ അനുഭവിച്ചുകൊണ്ട് പോകേണ്ടതായിട്ട് വരും. അതല്ല, ഈശ്വര സാക്ഷാത്കാരം നേടി മോക്ഷത്തിലേക്ക് പോകുവാൻ, തൻ്റെ ജീവിതത്തിൻ്റെ പരിപൂർണതയിൽ എത്താനാണ് നിങ്ങളുടെ ഈ ജന്മമെങ്കിൽ നിങ്ങൾ ഈശ്വരനെ അന്വേഷിക്കും. ഭൗതികമായ ജീവിത സുഖങ്ങൾക്കപ്പുറം ആത്മീയമായ സൗഖ്യവും ആത്മീയമായ സത്യവും അന്വേഷിക്കാൻ നിങ്ങൾ തയ്യാറാകും. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ദീക്ഷാ ചടങ്ങുകൾ, ഉപാസന എടുക്കൽ ഒക്കെ ചെയ്യുന്നത്. അങ്ങനെയാണ്. അപ്പം ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ചെറിയ സന്ദേശം മാത്രമാണ്. അങ്ങനെ ഒരു ജീവിത ദൗത്യമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈശ്വരനെ അന്വേഷിക്കണമെന്നും ആത്മീയത പഠിക്കണമെന്നും ഒക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആ വഴിയിലൂടെ യാത്ര ചെയ്യണം. അതിന് ശാക്തേയ മാന്ത്രിക പീഠം ഒരുക്കുന്ന ഒരു സന്ദർഭമാണ് മന്ത്രദീക്ഷ എടുക്കുക എന്നുള്ളത്. അത് പാരമ്പര്യമായ തനതായ രീതിയിൽ മന്ത്രദീക്ഷ എടുത്ത് മന്ത്ര ഉപാസന അല്ലെങ്കിൽ ആ ഒരു മൂർത്തി ഉപാസന നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്ന ഒരു സന്ദർഭമാണ് നമ്മളിവിടെ ഒരുക്കുന്നത്. മന്ത്രദീക്ഷ എടുത്ത് ജീവിതത്തിൻ്റെ ഭൗതികവും ആത്മീയവുമായ ഉയർന്ന തലങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ശാക്തേയ മാന്ത്രിക പീഠവുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാം. നിങ്ങൾക്ക് അതിനുള്ള മാർഗനിർദ്ദേശങ്ങളും മറ്റു കാര്യങ്ങൾ തരും. ഇഷ്ടദേവതയാണ് എടുക്കേണ്ടത്. അതെടുക്കേണ്ട ചില നിബന്ധനകൾ, രീതികളുണ്ട്. അതിന് ചെയ്യേണ്ട ചില കർമ്മ രീതികളുണ്ട്. അത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും നമ്മളുമായി ബന്ധപ്പെടാം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ശാക്തേയ മാന്ത്രിക പീഠത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്തേ.